കരുണയുടെ കരുത്ത്. ഒരു വലിയ കാടായിരുന്നു മംഗൾവനം. അവിടെ ശക്തനും ബുദ്ധിമാനുമായിരുന്ന ഒരു കടുവ താമസിച്ചിരുന്നു. അവൻ്റെ പേരാണ് ജഗത്. ശക്തി കൊണ്ടും ധൈര്യം കൊണ്ടും അവനോട് ഏറ്റുമുട്ടാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചെറുമൃഗങ്ങളെ പേടിപ്പിച്ച് അവയെ വേട്ടയാടുന്നതിലായിരുന്നു അവൻ ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം ജഗത് ഒരു ചെറിയ മാൻകുട്ടിയെ പിടികൂടി. പാവം മാൻകുട്ടി. അവൻ പേടിയോടെ കടുവയോടായി പറഞ്ഞു, എൻ്റെ അമ്മയെ അന്വേഷിക്കാനായി ഞാൻ പുറത്തേക്ക് വന്നതാണ്. എന്നെ ഒന്നും ചെയ്യരുതേ. ദയവായി എന്നെ വെറുതെ വിടൂ. എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റാരും തന്നെയില്ല. കടുവ ആദ്യം മാൻകുട്ടിയോട് ഒട്ടും തന്നെ ദയ കാണിച്ചില്ല. പക്ഷേ ആ ചെറിയ കുരുന്നിൻ്റെ കണ്ണുനീരും ഭയവും ആ കരുണയുള്ള മുഖവും കണ്ടപ്പോൾ കടുവയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കയറി വന്നു. അവൻ ചിന്തിച്ചു, ഞാനും ഒരിക്കൽ തൻ്റെ അമ്മയുടെ കരുതലിലായിരുന്നില്ലേ? അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കൈകളിൽ നിന്നും ഇതുപോലെ വിട്ടുപോയിരുന്നെങ്കിൽ തനിക്കും ഇതുപോലൊരു സ്ഥിതി ഉണ്ടായിരിക്കില്ലേ? അങ്ങനെയാകുമ്പോൾ ഞാൻ ഈ മാൻകുട്ടിയെ കൊല്ലുന്നത് ശരിയായ കാര്യമാണോ? അങ്ങനെ കടുവ മാൻകുട്ടിയെ ഒന്നും തന്നെ ചെയ്തില്ല. അവൻ മാൻകുട്ടിയെ സുരക്ഷിതമായി അതിൻ്റെ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി വിട്ടു. അമ്മയെ കണ്ടതും മാൻകുട്ടി സന്തോഷത്തോടെ തൻ്റെ അമ്മയുടെ അടുത്തേക്കായി ഓടി. അമ്മയെ കണ്ടതും മാൻകുട്ടി നടന്നതെല്ലാം തന്നെ തൻ്റെ അമ്മയോടായി പറഞ്ഞു. അവൾ തൻ്റെ മകളെ വിട്ടയച്ച കടുവയോടായി നന്ദി പറയുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ ജഗത് ഒരു വേട്ടക്കാരൻ വിരിച്ച വലയിലായി കുടുങ്ങി. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ അവിടെ പുല്ലു തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാൻകുട്ടി പുലിയുടെ കരച്ചിൽ കേട്ടു. അവൻ ചെന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ ജഗത് ഒരു വലിയ വലയിൽ കുടുങ്ങി കിടക്കുന്നതാണ് കണ്ടത്. അവൻ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ തൻ്റെ അമ്മയുടെ അടുക്കലേക്കായി ഓടി. അവൻ കണ്ടതെല്ലാം അമ്മയോട് പറഞ്ഞു. അവർ ഇരുവരും കടുവയുടെ അടുക്കിലേക്കായി ഓടി. വേഗം തന്നെ അവർ ധൈര്യത്തോടെ ആ വല കടിച്ചു പൊട്ടിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ നമ്മുടെ ജഗത് വലയിൽ നിന്നും രക്ഷപ്പെട്ടു. അവനെ രക്ഷപ്പെടുത്തിയ അവരിരുവരോടുമായി അവൻ നന്ദി പറഞ്ഞു. അപ്പോഴാണ് കടുവയ്ക്ക് താൻ കരുണയോടെ ചെയ്ത പ്രവൃത്തിയുടെ പ്രാധാന്യം മനസ്സിലായത്. കുട്ടികളെ, നമ്മൾക്ക് ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? കരുണയും ദയയും കാണിക്കുന്നവർക്ക് മാത്രമേ ജീവിതം തിരിച്ചും നന്മ നൽകുകയുള്ളൂ. കരുണയോടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും വെറുതെ ആവുകയില്ല. Hope you enjoyed the video. Don't forget to like, share, and subscribe for more videos.